എല്ലാവർക്കും സ്നേഹവന്ദനം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോസ്തലനായ പൗലോസിൻ്റെ വളരെ മനോഹരമായ വാക്കുകളാണ്. ആഴമേറിയ ആത്മീയ ചിന്തകൾ, ദൈവശാസ്ത്ര അറിവുകൾ നമുക്ക് പകർന്നു നൽകിയ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായുടെ റോമർക്കെഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് വായിച്ചത്. ഇവിടെ വളരെ കൃത്യമായി അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്ന്, ആരാധന എന്ന വിഷയമാണ്. 2, ദൈവത്തിൻ്റെ ഹിതം, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എങ്ങനെയാണ് നാം തിരിച്ചറിയുന്നത് എന്ന കാര്യം. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ആരാധനയാണ്. ആരാധനയെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ പഴയ നിയമത്തിലെ യാഗങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ അദ്ദേഹം ഇവിടെ ശ്രമിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. യാഗങ്ങളെക്കുറിച്ച് കൃത്യമായി വ്യക്തമായി അറിയാവുന്നവരാണ് യഹൂദന്മാർ. ആ യാഗങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ആരാധന എന്താണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് മനസ്സിലാക്കി തരുവാനായി ശ്രമിക്കുകയാണ്. ഒന്ന് വായിക്കാം. ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ്, മേഴ്സീസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിൻ്റെ കരുണ, ആ കരുണയെ ഓർമ്മിപ്പിക്കുകയാണ് പൗലോസ്. അത് വർണ്ണിക്കാൻ കഴിയാത്തതാണ്, അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ കൂടിവരവുകളിൽ അല്ലെങ്കിൽ ആരാധനകളിൽ നാം എത്രമാത്രം ചിന്തിക്കാറുണ്ട്? ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിന് മനുഷ്യവർഗത്തോട് തോന്നിയ ആ വലിയ കരുണ, ദയ, സ്നേഹം, അതിൻ്റെ വ്യക്തമായ പ്രതിഫലനമാണ് തൻ്റെ സ്വന്തം പുത്രനെ, ദൈവമായിരുന്നവനെ, ദൈവത്തിൻ്റെ പുത്രനായിരുന്ന യേശുവിനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി അയച്ചത്. ഇൻകാർണേഷൻ, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഏറ്റവും വലിയ അത്ഭുതമാണ് ദൈവമായിരുന്നവൻ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത്. ഇവിടെ നാം വായിക്കുന്നു, നിങ്ങളുടെ ആരാധന ബുദ്ധിപൂർവമായ ആരാധനയായിരിക്കണം. റാഷണലായ, ബുദ്ധിയുടെ ആരാധന, ശരിയായ ആരാധന, റൈറ്റ് വർഷിപ്പ്, ട്രൂ വർഷിപ്പ്. അത് ജീവനും വിശുദ്ധിയും, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നതാണ് ആരാധന. ആരാധന പാട്ടുപാടുന്നതോ ബാഹ്യമായ പ്രകടനങ്ങൾ കാണിക്കുന്നതോ അല്ല. പുതിയ നിയമത്തിൽ, പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ആരാധന നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുൻപിൽ, ദൈവസ്നേഹത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ ആ ദയയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നത് നമ്മുടെ പ്രതികരണമാണ്. ആ പ്രതികരണം
നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി, മൃഗങ്ങളെ യാഗം കഴിക്കുമ്പോൾ അവ മരണപ്പെടുന്നു, കൊല്ലപ്പെടുകയാണ്. എന്നാൽ പാപത്തിൽ മരിച്ച നാം ജീവനിൽ ഇപ്പോൾ വാഴുകയാണ്. യേശു നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായി വന്നപ്പോൾ, യേശുവിനെ കർത്താവായി നാം സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ് വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ ബുദ്ധിയുള്ളവരായി മാറിയിരിക്കുന്നു. നല്ല ബുദ്ധിയുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ദൈവത്തോട് അർപ്പിച്ചതായ ആ പ്രതികരണം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണം, ദൈവത്തിൻ്റെ ആ കരുണയോട്, മേഴ്സീസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. അതാണ് ട്രൂ വർഷിപ്പ്. അതാണ് ട്രൂ വർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയണം. അങ്ങനെ ദൈവഹിതം തിരിച്ചറിയാൻ മനസ്സിനെ പുതുക്കണം. ഈ ലോകവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നത് മനസ്സാണ്. ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നും അന്യം നിന്നു പോകുന്ന എല്ലാറ്റിൽ നിന്നും, അന്യപ്പെടുത്തുന്ന എല്ലാറ്റിൽ നിന്നും